ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. സൺഡേ എനിക്ക് എന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വർക്കിനൊന്നും പോകണ്ടല്ലോ. പക്ഷേ ഇന്നത്തെ സൺഡേ അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ഭയങ്കര ഒക്യുപ്പൈഡാണ്. കുറേ പണിയുണ്ട് ചെയ്ത് തീർക്കാനായിട്ട്. ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ എൻ്റെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഇമിലീൻ്റെ കവർ കിട്ടുന്നത്. ഇത് ഞാൻ രാത്രി ഇന്നലെ തിന്നു വെച്ചതാ. അങ്ങനെ അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ എന്താ പറയുക പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് കേട്ടോ. ഇതാണ് എൻ്റെ റൂം. ഇതിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് എൻ്റെ കലാവിരുദ്ധങ്ങളൊക്കെ കാണാം. പിന്നെ വൈറ്റ് വാഷ് ഒന്നും ചെയ്തില്ല, അതുകൊണ്ടാണ് ഒക്കെ ഇങ്ങനെ തന്നെ ഉള്ളത്. പിന്നെ അടുത്തായിട്ടൊരു വൈറ്റ് ബോർഡും ഉണ്ട്. ഞാൻ ആ കാര്യങ്ങളൊക്കെ അതിനകത്തായിട്ട് എഴുതി വെക്കുക, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ടു ഡു ലിസ്റ്റൊക്കെ മെയിനായിട്ട് ഞാൻ അതിൽ എഴുതി വെക്കുക. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നേരെ ഹോളിലേക്ക് എത്തിയപ്പം അമ്മ ഭയങ്കര ചിരിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഞാൻ എണീക്കാത്തതിന് എന്നെ കുറേ ഓരോന്നും പറഞ്ഞതാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ കഴിക്കാനായിട്ട് പുട്ടും കോഴിമുട്ട പൊരിച്ചത് കേട്ടോ. അമ്മ ഭയങ്കര മടിച്ചി ആയതുകൊണ്ട് തന്നെ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കിയില്ല. കാരണം ഇന്ന് നമ്മൾ മൊത്തം പുറത്താണ്. അപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പം ഞാൻ കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് കൊലായിലൊന്നും പോയപ്പോൾ അച്ഛൻ പെരും പേപ്പർ വായന, ഭയങ്കര വായന. ഞാൻ വന്നത് പറഞ്ഞില്ല, ഞാൻ അവിടെ ഇരുന്നത് പറഞ്ഞില്ല, ഒന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് ചായയൊക്കെ കുടിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ജസ്റ്റ് നമ്മളെ മുറ്റത്ത് കൂടിയൊക്കെ ഒന്ന് നടന്നു കേട്ടോ. അപ്പം എൻ്റെ മുറ്റം എന്ന് പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ അമ്മേൻ്റെ മുറ്റം എന്ന് വേണം പറയാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെടികളൊക്കെ അമ്മേൻ്റെതാണ്. അമ്മ ഇങ്ങനെ പരിപാലിച്ച് സ്വന്തം മക്കളെപ്പോലെ നോക്കി നടത്തുന്ന ചെടികളാണ് ഇത് മൊത്തം. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച എൻ്റെ ചാനലിൽ ഇങ്ങനെ അമ്മേൻ്റെ ചെടികളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഗാർഡൻ്റെ മാത്രമായിട്ടുള്ളൊരു പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കേട്ടോ. അങ്ങനെയുള്ള ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മേൻ്റെ ചെടികളാണ്. ഇവിടെ അധികം നമുക്ക് ഇലച്ചെടികളാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. പല വെറൈറ്റി ഓഫ് ചെടികളുണ്ട്. അതായത് നമ്മളുടെ മുറ്റത്ത് ഫ്രണ്ട് സൈഡിലും അത് കൂടാണ്ട് സൈഡിലും ആയിട്ട് ഇതുപോലെ കുറേ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇപ്പം ചെറുതായിട്ട് ഈ ചെടികളെയൊക്കെ സെയിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഒഫീഷ്യലി ഒന്നും അങ്ങനെ എന്താ പറയുക ഭയങ്കര സെറ്റപ്പായിട്ടൊന്നും തുടങ്ങിയിട്ടില്ലേലും ചെറുങ്ങനെ നമ്മൾ ഈ ചെടികളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. പിന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മുറ്റത്ത് കൂടിയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പുട്ടും കോഴിമുട്ട പൊരിച്ചതും നല്ല കോമ്പിനേഷൻ ആട്ടോ. എന്താ അറിയില്ല, നല്ല ടേസ്റ്റ് എനിക്ക് തോന്നി, വിത്ത് കട്ടൻ ചായയും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭയങ്കര ഒക്യുപ്പൈഡാണ്. കുറേ പണികൾ ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അമ്മയും എന്താ പറയുക റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ആദ്യം തന്നെ ടൗണിലേക്ക് പോകണം കേട്ടോ. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാറ്റിയിട്ട് നമ്മൾ റെഡി ആവുകയാണ്. അപ്പം ഇവിടുന്ന് ഞങ്ങളെ വീട് വരുന്നത് കടലുണ്ടിയാണ്. അപ്പോൾ എക്സാക്റ്റ് സ്ഥലം പറയാനാണെങ്കിൽ പ്രബോധിനി. അപ്പോൾ പ്രബോധിനിയിൽ നിന്ന് നമ്മൾ നേരെ മാനാഞ്ചിറയിലേക്കാണ് കേട്ടോ പോകാൻ വേണ്ടി പോണേ. മാനാഞ്ചിറ മാത്രമല്ല, നമുക്ക് പുതിയ സ്റ്റാൻഡിലേക്കും കൂടെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ചധികം തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. പക്ഷേ ഇനി എപ്പോഴാണ് തിരിച്ച് വരിക എന്നുള്ള കേസിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊരു കൺഫർമേഷൻ ഇല്ല. കാരണം അത്രയും പണികൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയായി. ഞാൻ മുകളിലത്തെ റൂമിൽ നിന്ന് താഴത്തേക്ക് വന്നപ്പോഴത്തേക്കും അമ്മ മൊത്തം റെഡിയായി സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള പണി നോക്കുകയാണ്. പിന്നെ പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പ്രബോധിനി ബസ് സ്റ്റോപ്പ് വരെ നമുക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വണ്ടിക്കാണ് പോണത്, ഞാനും അമ്മയും കൂടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടൗണിലേക്ക് ഒന്നും വണ്ടി എടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ അത്ര സമ്മതിക്കില്ല. കാരണം ഇവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയാണ്. കാരണം ടൗണിലേക്ക് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊന്നും ഒരു ലെവലില്ലാണ്ടാ പോവുക, അങ്ങനെയൊക്കെയാണ് പറയുക. പിന്നെ നമ്മളെത്ര ശ്രദ്ധിച്ച് ഓട്ടിയാലും ഇങ്ങോട്ടേക്ക് വന്ന് ഇടിച്ചാലും മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും സമ്മതിച്ചു, ഓക്കെ എന്നാൽ വണ്ടി എന്നാലും നമുക്ക് പ്രബോധിനി ബസ് സ്റ്റോപ്പ് വരെ എടുത്തിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് ബാക്കി ബസ് കയറി പോകാമെന്നുള്ളൊരു ഡീലിലെത്തി ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഹെൽമെറ്റ് എടുത്തില്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കണത്. അങ്ങനെ ഹെൽമെറ്റൊക്കെ പിന്നെയും പോയി എടുത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് അത് മാത്രമല്ല, അപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് ഇന്ന് ടൗണിക്കും പിന്നെ പുതിയ സ്റ്റാൻഡിലേക്കും ഒക്കെ ആയിട്ട് പോണത്. അച്ഛന് ശരിക്കും പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ പാർട്ടീൻ്റെ പരിപാടി, അങ്ങനെ എന്തൊക്കെയോ സമ്മേളനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനും ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ തന്നെ ആളെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറയുക നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ട് പോകാനൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ ആ വഴിക്ക് ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ തന്നെ അച്ഛനും ഇറങ്ങുന്നുണ്ട്. പക്ഷേ അത് വേറെ വഴിക്കാണ് അച്ഛൻ പോണേന്നുള്ളൂ. ഓക്കെ,
അപ്പോൾ അങ്ങനെ അച്ഛൻ പോയി, അച്ഛൻ്റെ പാർട്ടി പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അമ്മ വീടൊക്കെ അടച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ടേ ഞാൻ എണീക്കാത്തതിനെ പറ്റിയിട്ട് അമ്മ ഇങ്ങനെ കച്ചറയാക്കി കൊണ്ടാണ്. പിന്നെ അമ്മയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കറക്റ്റ് ടൈം, ഇപ്പോൾ 10 മണിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ആ 10 മണിക്ക് തന്നെ ഇറങ്ങിയിരിക്കണം, അതല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചീത്ത പറയും, അതാണ് വേറെ കേസ്. പിന്നെയെന്ന് പറയുന്നത് എൻ്റെ ഈ വണ്ടീൻ്റെ സീറ്റിലൊക്കെ ആയിട്ട് ഇച്ചിരി വെള്ളം ഉണ്ടേന് കേട്ടോ. അപ്പോൾ ഞാനത് തുടച്ചുകൊണ്ടിരിക്കുക. തുടച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി അത് ഇന്നത്തെ പേപ്പറാണെന്നുള്ളത്. പിന്നെ അമ്മ അത് കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അതായത് ഇന്നത്തെ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ തുടച്ചതെന്നുള്ളത്. അതും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ എനിക്ക് അതിനും കൂടെ ചീത്ത കേട്ടിന്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ വളരെ നേരിയ ചാൻസിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എന്താ പറയുക ബസ് സ്റ്റാൻഡിൽ വെച്ച്, അതായത് ഇപ്പോൾ നമ്മളെ പ്രബോധിനി ബസ് സ്റ്റോപ്പിൽ സൈഡാക്കി ഇനി നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് അധികം എന്താ പറയുക കാത്തിരിക്കാണ്ട് നമുക്ക് വേഗം ബസ് വന്ന് അങ്ങനെ ഞാനും അമ്മയും കൂടെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ നേരെ ആദ്യം തന്നെ പോകുന്നത് പുതിയ സ്റ്റാൻഡിലേക്കാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ ഒരു നൈസായിട്ട് കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തിന് കേട്ടോ. പിന്നെ നമുക്ക് ഉറങ്ങാൻ മാത്രമുള്ള സമയമുണ്ട്, ഏകദേശം 3/4 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇത്രയൊരു ഡിസ്റ്റൻസ് വണ്ടിക്ക് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ പുതിയ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി പുതിയ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് വളരെ കുറച്ച് ദൂരം ഒന്ന് നടക്കാനുണ്ട് കേട്ടോ നമ്മളെ ഷോപ്പിലെത്താനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ ഇന്ന് ഭയങ്കര ടയറിങ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഭയങ്കര വിശന്ന് വലഞ്ഞതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ ചോറ് തിന്നാനൊന്നും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് കഴിച്ചു, നല്ല ചിക്കൻ കട്ട്ലേറ്റും പിന്നെ ഫലൂഡയാണ് കേട്ടോ കഴിച്ചത്. പക്ഷെ അമ്മേൻ്റെ ഫലൂഡ പകുതി ഞാനാണ് കഴിച്ചത്, കാരണം അമ്മക്ക് വേണ്ട ഫുള്ളായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടെ പകുതി ഞാനാണ് കഴിച്ചത്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഭയങ്കര ഫുള്ളേനു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ഇനി പോവില്ല എന്ന് പറഞ്ഞ അവസ്ഥയേനു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഓട്ടോ കയറിയിട്ട് നേരെ ഇനി പോകുന്നത് സൂര്യ സിൽക്സിലേക്കാണ് കേട്ടോ. അതായത് പുതിയ സ്റ്റാൻഡിൽ നിന്ന് സൂര്യ സിൽക്സിലേക്ക് ഏകദേശം ഒരു 30 രൂപേൻ്റെ മിനിമം ചാർജേ വരുന്നുള്ളൂ. കാരണം അത്രയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ. നട്ടുച്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനുള്ളൊരു ശേഷി ഇല്ലേനു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നടക്കാണ്ട് ഓട്ടോ വിളിച്ച് പോയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നടക്കാനാണെങ്കിൽ കുറച്ച് നടന്നാൽ മതി, പക്ഷേ നമുക്ക് ആവുന്നില്ല ഞാൻ നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ട് നടക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നേരെ സൂര്യ സിൽക്സിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണിലങ്ങോട്ട് കൊണ്ടുപോയി ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ നമ്മളതെടുത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ടോപ്പ്. ഞാൻ ജനറലി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈമിൽ ഇങ്ങനത്തെ ഭയങ്കര ലോങ് ടോപ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും എടുക്കാമെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു കളറ് ഡ്രസ്സേ എൻ്റെ കൈമിൽ ഇല്ലേനു. അപ്പോൾ ഇതൊരു നല്ലൊരു വെറൈറ്റി കളറായി എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളെ അഭിപ്രായം പറയാം കേട്ടോ, ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് പറയാം, പിന്നെ എനിക്ക് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ വന്ന് പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത്, പിന്നെ അമ്മയ്ക്ക് ഒരു ഡ്രസ്സും പിന്നെ അച്ഛന് 2 ബനിയനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം SM സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അതായത് സൂര്യ സിൽക്സിൽ നിന്ന് നമ്മൾ അഗൈൻ ഒരു ഓട്ടോ പിടിച്ചിട്ട് SM സ്ട്രീറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു ഇന്ന് ഭയങ്കര ടയറിങ് ആയിട്ടുള്ളൊരു ദിവസമാണെന്നുള്ളത്. കാരണം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിലെത്തി. കോഴിക്കോടിൻ്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ നമുക്ക് SM സ്ട്രീറ്റിനെ പറയാം. അതായത് നമ്മളെ കോഴിക്കോട് മിഠായി തെരുവിലാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക്, നിങ്ങൾക്ക് അറിയാം കോഴിക്കോടുകാർക്കൊക്കെ അറിയാൻ മതിയാവും, ഒത്തിരി കടകളുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് കടകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇന്ന് ഇപ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര തിരക്കേനു. ഒന്നാമത് സൺഡേ ആയതുകൊണ്ടുള്ള ആ ഒരു തിരക്കുണ്ട്. പിന്നെ വേറൊരു കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പെരുന്നാളാവാനായല്ലോ, അപ്പോൾ അതുകൊണ്ടുള്ളൊരു തിരക്കും. പിന്നെ ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ ഷോപ്പിൽ കയറിയിട്ടോ, അതായത് എക്സ്ക്ലൂസീവായിട്ട് ബോട്ടിൽസ് മാത്രമുള്ളൊരു ഷോപ്പിൽ. അവിടുന്ന് ഞാനൊരു ബോട്ടിലെടുത്ത്. പിന്നെ നിങ്ങൾ ആ കണ്ട ഒരു തൊപ്പി ഉണ്ടല്ലോ, ഒരു ബ്ലൂ, അത് നമ്മൾ അച്ഛനെടുത്ത് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് വേറെയും കുറേ കടകൾ കയറി കുറേ സാധനങ്ങൾ മേടിച്ച്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക, ടയേർഡായി അങ്ങേ തലയിലെത്തി എന്ന് പറയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളൊരു 7-Up പെപ്സിയൊക്കെ കുടിച്ച് ഒപ്പിച്ച് ഗൈസ്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഞങ്ങൾ നാട്ടിലേക്ക് നമ്മളെ സ്വന്തം കടലുണ്ടിയിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം വൈകുന്നേരമായിന് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്താനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്ന് നേരെ നമുക്ക് കടലുണ്ടി ബസ് കിട്ടി. അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് മാനേജറിൽ തന്നെ കയറിയോണ്ട് ബസ്സിൽ സീറ്റും ഉണ്ടേനു. അപ്പോൾ അതുകൊണ്ട് ഞാനും അമ്മ ഇങ്ങനെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ബസ്സിൽ. അങ്ങനെ കുറേ ദൂരം ഓടിയതിന് ശേഷം നമ്മൾ ഫറോക്ക് എത്തി. ഫറോക്ക് ഇതാ മല്ലിക പ്ലക്സിൽ നമ്മുടെ എമ്പുരാൻ റിലീസാവാനായല്ലോ, അപ്പോൾ അതിൻ്റേതായ അവരെ കുറച്ച് അറേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ ഫറോക്ക് പാലമാണ് കേട്ടോ. അപ്പോൾ ഫറോക്ക് ബ്രിഡ്ജ് എന്താ പറയുക കുറച്ച് ഫേമസ് ആണ്, കാരണം നമ്മുടെ DJ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഈ എന്താണ് രാത്രി ആകുമ്പോൾ അത് പല കളറിൽ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കും, അതൊക്കെ വളരെ നൈസാണ് കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ ഫറോക്ക് ബ്രിഡ്ജിൽ കൂടിയാണ് ഞാനിപ്പോൾ പോണത്. കാരണം കടലുണ്ടിയിലേക്ക് എത്താനായിട്ട് നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകണം, മാനഞ്ചിറയിൽ നിന്ന് വരികയാണെങ്കിൽ കേട്ടോ. സോ അങ്ങനെ നമ്മൾ പ്രബോധിനി എത്തി, നമ്മളെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് ഷിജിത ഹോട്ടലിലേക്കാണ്. വേറെ ഒന്നല്ല, നമ്മൾ ഒരു 3 ബിരിയാണി വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ബിരിയാണി മേടിക്കാനായിട്ട് അമ്മ അവിടെ ഇറങ്ങി. അങ്ങനെ നമ്മൾ ബിരിയാണി മേടിച്ച് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബോട്ടിൽ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ അത് ബോട്ടിൽ മാത്രമുള്ളൊരു ഷോപ്പിൽ കയറി എന്നുള്ളത്, അവിടെ നിന്ന് വാങ്ങിയ ബോട്ടിലാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ട് ലുക്കിംഗ് ആയിട്ടുള്ള ബോട്ടിൽ. ഇതിന് വെറും 200 രൂപയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ മുതുക്ക് പോലുള്ള എനിക്ക് ഇങ്ങനത്തെ ബോട്ടിൽ എന്തിനാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ 2 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനത്തെയൊക്കെ വേണം ഗൈസ്. അപ്പോൾ പിന്നെ ഇതാണ് ആ ഒരു ഷോപ്പിൻ്റെ പേര് വന്നിട്ട് കേട്ടോ. അതായത് മിസ്റ്റർ മാപ്പ് എന്നാണ്. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയി മേടിക്കുക. നല്ല കിട്ടില്ലനാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു. ആ ഒരു ടൈം, അതായത് ഏകദേശം ഒരു 6:30 ആയപ്പോഴത്തേക്ക് അത്യാവശ്യം മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം മഴ പെയ്യണം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നേരം നമ്മൾ ചൂടെടുത്ത് ഒരുമാതിരി ആവുകയും അതിൻ്റെ ഇടയിൽ കൂടെ കരണ്ടും പോയിന്. അപ്പം പിന്നെ പറയണ്ടല്ലോ. അപ്പം നല്ലൊരു മഴ കിട്ടിയിട്ടോ നമുക്ക്. അപ്പം ഞാൻ മഴയൊക്കെ കണ്ട് കുറച്ച് നേരം കൊലായിലൊക്കെ ഇരുന്ന്. അതുമാത്രമല്ല, ഈ മഴ പെയ്യുന്ന സമയത്തുള്ള ഈ മണ്ണിൻ്റെ മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞാൻ മഴയൊക്കെ നോക്കിയിരുന്നു. അത്യാവശ്യം ഈ പ്രാവശ്യം മഴ പെയ്തപ്പോൾ നല്ല ഭൂമിയൊക്കെ നനയാൻ മാത്രമുള്ള മഴ നമുക്ക് കിട്ടീന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൊലായിലിരുന്നു. ഇപ്പോൾ കണ്ടില്ല, അമ്മ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഇന്നത്തെ വിശേഷങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SM സ്ട്രീറ്റ് ഭയങ്കര തിരക്കേനി, പിന്നെ ആ ഷോപ്പിൽ ഇങ്ങനെയുള്ള ടോപ്സ് ഉണ്ടേനു, ഈ ഷോപ്പിൽ ഇമ്മരത്തെ കുപ്പായ ഉണ്ടേനു, ആൾക്കാരൊക്കെ റോട്ടുമില്ലുണ്ട്, ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കഥകളാണ് അമ്മ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നത്തെ വിശേഷങ്ങളാണ് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 6:30 നമ്മൾ ആ ഒരു ടൈം, അതായത് മഴ വീണ ടൈമായപ്പോൾ ഞാനൊരു കട്ടനും എടുത്ത് നേരെ കൊലായിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മഴയൊക്കെ കണ്ട് നല്ല കട്ടനൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. നിങ്ങളുടെ സൺഡേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി പുഴയ്ക്കൽ.